Hi, Assalamualaikum. This is Mubi. Once again, I welcome you all to my channel, Jokers. അപ്പം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ ഇന്ന് ഞാനൊരു പിക്കിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിലിംബിപ്പുളി കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണാം, ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുളി ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 7 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികളുണ്ട്. ആദ്യം തന്നെ ഉലുവപ്പൊടി പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഉലുവ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ വേണ്ടത് കടുക്. ആദ്യം തന്നെ ഈ പുളിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തു. അഥവാ ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിപ്പോട്ടെ, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ആകെ പൊട്ടിത്തെറിയും ബഹളമൊക്കെ ആയിപ്പോവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം പിക്കിൾസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ എടുക്കാം. ഞാൻ എടുത്തത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ എടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് നല്ലോണം ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം തൽക്കാലത്തേക്കൊന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഞാൻ ഇതുപോലത്തെ കുഴിയുള്ള സ്പൂണാണ് കേട്ടോ ഉപയോഗിച്ചത്. ഇനി 1 സ്പൂണ് ജീരകപ്പൊടി, 1/4 സ്പൂണോളം ഉലുവപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കായം പൊടി ഇല്ലാത്തതുകൊണ്ട് കായം തന്നെ ഒരു ചെറിയ പീസ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പുളി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. നന്നായിട്ടൊന്ന് തിളക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള വിനെഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിലേക്കൊരു ചെറിയ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാനാണ് ഈ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പം ചിലർക്ക് മധുരത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും. അവർക്ക് 1 ടേബിൾ സ്പൂണോളം ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത്രയും ടേസ്റ്റ് ഇതിന് കൂടും. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ബിലിംബിപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്തതിന് ശേഷം കമൻസും അറിയിക്കുക. അപ്പോൾ നല്ല ടിപ്സ് തരാനുണ്ടെങ്കിൽ അതും തരാം. അപ്പോൾ താങ്ക് യു. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും. ബൈ.